നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്താ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അന്നൂർ കൊരവയലിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റൂർ കോയിപ്രയിലെ അനിലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ സംഭവം കൊലപാതകമാണ് എന്ന സൂചനയിലേക്കാണ് അന്വേഷണവും എല്ലാം എത്തിച്ചേരുന്നത്. പ്രധാനപ്പെട്ട കാര്യം, അനിലയോടൊപ്പം അവിടെ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കുറ്റൂർ ഇരുളിലെ സുദർശന പ്രസാദ് എന്ന ഷിജു, ഇദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തെ ഒരു കുറ്റിക്കാട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. ഇവിടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനൊപ്പം ഫോറൻസിക് സംഘവും ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരുടെ പരിശോധനയും തുടരുകയാണ്. ഈ അനിലയെ കാണാതായി എന്ന് സംബന്ധിച്ച് അനിലയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ ശേഷമാണ് ഈ അനിലയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ വീട് ഒരു റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ ബെറ്റി എന്ന് പറയുന്നവരുടെ വീടാണ്. ഇദ്ദേഹം കുടുംബസമേതം ടൂറിന് പോയിരുന്നു. ഈ ടൂറിന് പോയ ഘട്ടത്തിൽ ഈ വീടും ഒപ്പം അവിടെയുള്ള വളർത്തുമൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നതിനും നോക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് ഈ സുദർശന പ്രസാദിനെ ഏൽപ്പിക്കുന്നത്. ഇവർ മടങ്ങിയെത്തിയ ശേഷം, അതായത് ടൂർ കഴിഞ്ഞ് മടങ്ങിയെത്തി, ഇന്ന് പുലർച്ചെ മടങ്ങിയെത്തിയ ശേഷം വീട്ടിലേക്ക് ഈ സുദർശന പ്രസാദിനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്ന് നോക്കി പരിശോധിച്ചപ്പോഴാണ് ഈ യുവതിയെ, അനിലയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവരാണ് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തത്. ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ KN വർഷ നൽകും. അന്നൂർ കൊരവയലിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീടിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അനില എന്ന ഭർത്തൃമതിയായ സ്ത്രീയാണ് മരണപ്പെട്ടത്. അവരുടെ സഹോദരൻ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് വികാരനിർഭരമായി പല കാര്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. അനിലയുടെ മരണത്തിൽ വലിയ ദുരൂഹത തന്നെയാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. അനിലയുടെ ഫോൺ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ വെള്ളോറയിൽ എവിടെയോ ഉപേക്ഷിച്ച നിലയിലാണ് എന്ന് സഹോദരൻ പറയുന്നു. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ അനിലയെ കാണാനില്ല എന്ന് കാണിച്ച് പോലീസിൽ കുടുംബം പരാതി നൽകിയിരുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ, ഫോണിൻ്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വെള്ളോറയിൽ തന്നെയാണ് അനിലയുള്ളത് എന്ന ഒരു വിശ്വാസത്തിലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയാണ് അനില ഈ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിറ്റു എന്ന ഒരു എക്സ് മിലിറ്ററിക്കാരൻ്റേതാണ് ഈ വീട്. ഈ വീട് അദ്ദേഹം വിനോദയാത്രയ്ക്ക് പോയപ്പോൾ നോക്കാനായാണ് ഷിജു എന്ന യുവാവിനെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അനിലയുമായി ഈ വീട്ടിലെത്തി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി ബെറ്റ് വിളിച്ചപ്പോൾ ഷിജുവിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഷിജുവിനെ തൻ്റെ നാട്ടിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കൂടുതൽ അന്വേഷണം നടത്താനായി പയ്യന്നൂരിലെ ബെറ്റിയുടെ ബന്ധുക്കളെ അറിയിച്ചത്. അവർ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ അനില മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ പേരിൽ പയ്യന്നൂർ പോലീസിലും മറ്റും പരാതി നൽകുകയും ആളുകൾ ഇങ്ങോട്ട് എത്തുകയും അങ്ങനെ ഈ സംഭവം പുറം ലോകം അറിയുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അനിലയുടെ വീട്ടുകാർ വലിയ ദുരൂഹത തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഷിജു മാത്രമായിരിക്കില്ല ഈ മരണത്തിന് പിന്നിൽ എന്നാണ് സഹോദരൻ പറയുന്നത്. മറ്റു പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള ഒരു സംശയമാണ് സഹോദരൻ അനീഷ് ഇപ്പോൾ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനിലയുടെ സഹോദരൻ അനീഷ് പറയുന്നത് ഇത് കൊലപാതകം തന്നെയാണ് എന്ന് അനീഷ് ഉറപ്പിച്ചു പറയുന്നു. അനീഷ് അനിലയുടെ മൃതദേഹം കാണുകയുണ്ടായി. മുഖത്തൊക്കെ വലിയ പരിക്കേറ്റ അടികൊണ്ട പാടുകൾ ഉണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം അനില വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധരിച്ചിരുന്ന ചുരിദാറല്ല, പകരം മറ്റൊരു ഡ്രസ്സാണ് ഇപ്പോൾ ധരിച്ച നിലയിൽ ഉള്ളത്. അതായത് മൃതദേഹത്തിൽ ഉള്ളത് മറ്റൊരു ഡ്രസ്സാണ്. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സുദർശന പ്രസാദിനെ കൂടാതെ മറ്റാരെങ്കിലും ഇവിടെ അനിലയുടെ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നൊരു സംശയം കൂടി അനീഷ് ഉന്നയിക്കുന്നുണ്ട്. അനീഷ് നമ്മുടെ പ്രതിനിധി KN വർഷയുമായി സംസാരിക്കുകയും ചെയ്തു. അനീഷിൻ്റെ പ്രതികരണത്തിലേക്ക്. രാവിലെ മുതൽ തന്നെ ഈ വീട്ടിലേക്ക് കയറുവാനോ അനിതയുടെ മൃതശരീരം കാണുവാനോ ആരെയും അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ഫോറൻസിക് ഒക്കെ വന്നതിന് ശേഷം സഹോദരൻ അനീഷ് ഉൾപ്പെടെയുള്ളവർ അകത്ത് കയറുകയും അനിതയെ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ ദുരൂഹത തന്നെയാണ് ഇപ്പോഴും അനീഷ് ഉന്നയിക്കുന്നത്. നേരത്തെ മൊബൈൽ അടക്കം വെള്ളോറയിൽ ഉപേക്ഷിച്ചിരുന്നു എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സിം കാർഡ് മാത്രമായിരിക്കാം മൊബൈൽ വീടിനകത്ത് വെച്ച് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മുഖത്തും ശരീരമാസകലം വലിയ മുറിവുകൾ ഉണ്ടാവുകയും രക്തം വന്ന രീതിയിലുമാണ് കാണപ്പെടുന്നത്. അദ്ദേഹം ഇന്നലെ വീട്ടിൽ നിന്ന് പുതിയൊരു വസ്ത്രമാണ് ധരിച്ചു വന്നത്. ആ വസ്ത്രമടക്കമല്ല ഇപ്പോൾ ശരീരത്തിൽ കാണുന്നതെന്നാണ് പറയുന്നത്. വലിയ ദുരൂഹത തന്നെയാണ് അനീഷ് ഈ നിമിഷത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് ഇത്തരത്തിലൊരു ദുരൂഹത തോന്നാൻ കാരണം എന്താണ്? കാരണം ഇന്നലെ അവൾ ജോലി എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ 8:30 മണിക്ക്. അപ്പോൾ വരുന്ന സമയത്ത് എൻ്റെ മുന്നിലേ കൂടി അവൾ പോയത്. അപ്പോൾ ഇന്നലെ ഒരു പുതിയ ചുരിദാർ ഇട്ടിട്ടാണ് പോയത്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ മൃതശരീരം കാണാൻ ഉള്ളിൽ കയറിയ സമയത്ത് ആ ചുരിദാറല്ല ധരിച്ചിട്ടുണ്ട്, വേറൊരു ഡ്രസ്സാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അവളെ പോലീസ് എന്നെ വിളിച്ച് കൊണ്ടുപോയതിന് ശേഷമാണ് ഇതൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിൽ ഇവളെ ഇട്ട് പോയ ഡ്രസ്സ് ഞാൻ നോക്കി, പക്ഷേ എവിടെയും കാണുന്നില്ല. അപ്പോൾ ഇതിലൊരു ചെറിയൊരു ദുരൂഹതയുണ്ട്. കാരണം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്തതിന് ശേഷമായാലും ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇതിനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു സംശയമായിട്ട് ഉണ്ട്. ഷിജു ഒറ്റക്കായിരിക്കില്ല ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഷിജുവിനൊപ്പം ഒന്നോ അതിലധികമോ ആൾക്കാർ ഉണ്ടായിരിക്കാം എന്നൊക്കെയുള്ള ഒരു ദുരൂഹതയാണ് ഇപ്പോൾ സഹോദരൻ പങ്കുവച്ചത്. ഷിജുവിൻ്റെ മൃതദേഹവും ഇപ്പോഴും മാറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള മുണ്ടപ്പുറം എന്ന് പറയുന്ന ഒരു കാട്ടിലാണ് തൂങ്ങിയ നിലയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയ ഭാഷ.